ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. കണ്ണൂരിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസുവിനെയും കുടുംബത്തെയും വധിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിക്കുന്ന കേസിൽ പ്രതികളാക്കപ്പെട്ട 39 BJP പ്രവർത്തകരെയും വെറുതെ വിട്ടു. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വെറുതെ വിട്ടത്. 2015 വാസുവിന്റെ കാറിന് നേരെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസിലെ ആരോപണം. വിവരങ്ങൾ നൽകാൻ മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, സുപ്രധാനമായ ഒരു തീരുമാനം ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്നു. എന്തൊക്കെ നിരീക്ഷണങ്ങൾ നടത്തിയാണ് കോടതി ഈ 39 BJP പ്രവർത്തകരെയും വെറുതെ വിട്ടത്? ഈ ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലെന്നാണോ ഇപ്പോൾ ലഭിക്കുന്ന വിവരം? അശ്വതി, 2015 ഈ ഒരു സംഭവം നടന്നത്. സെൻട്രൽ പൊയിലൂർ എന്ന സ്ഥലത്ത് വെച്ച് OK വാസുവിന്റെ കാറിന് നേരെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു കേസ്. ഇതിലാണ് 39 BJP പ്രവർത്തകരെ പ്രതികളാക്കിയത്. ആ കേസാണ് ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 39 BJP പ്രവർത്തകരെയും വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവിട്ടത്. ഈ കേസിൽ വേണ്ടത്ര തെളിവുകളില്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പ്രവർത്തകരൊക്കെ തന്നെ കോടതി വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായത്. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഈ പ്രതികളാക്കപ്പെട്ടവരാണ് ഈ 39 BJP പ്രവർത്തകരും എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നതാണ്. ആ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ കേസുകൾ BJP പ്രവർത്തകരെ കേസിൽ കുടുക്കിയതാണെന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും ആ സമയത്ത് ഉയർന്നിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ ഈ 39 പേരെയും വെറുതെ വിട്ടിരിക്കുന്നത്. ശരി മിഥുൻ, വിവരങ്ങൾ വ്യക്തമാണ്. കണ്ണൂരിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസുവിനെയും കുടുംബത്തെയും വധിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിക്കുന്ന കേസിലാണ് ഒരു നിർണായക വിധി വന്നിരിക്കുന്നത്. 39 BJP പ്രവർത്തകരെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. ഈ ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമല്ല, ഈ ആരോപണങ്ങൾക്കൊന്നും ആയുസില്ല എന്നുള്ള നിരീക്ഷണമാണ് കോടതി നടത്തിയത്. ഞങ്ങളുടെ പ്രതിനിധി മിഥുനാണ് ഈ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.